ചാമക്കാല ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ പുതിയ കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷനൊക്കെ വരികയായി. ഇലക്ഷന് ഇനി ഏകദേശം 2 മാസമേ ഉള്ളൂ. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള കലാപരിപാടികളൊക്കെ നാട്ടിൽ ഇപ്പൊ അരങ്ങേറുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പോര്, എല്ലാ രാഷ്ട്രീയക്കാരും തമ്മിലുള്ള സ്ത്രീകളെ ഇറക്കിയിട്ടുള്ള കളികളാണ് ഇപ്പൊ. അത് ആരായാലും ഇതിനു മുമ്പ് കോൺഗ്രസിന്റെ ഉമ്മൻചാണ്ടി സാറ് ഭരിക്കുന്ന കാലത്തും ഇതൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത്, ഒരു സരിത. ഇപ്പൊ പുതിയ താരങ്ങളാണ്. സിനിമാ നടിയായാലും അതുപോലെ തന്നെ മറ്റുള്ളവരൊക്കെയാണ് ഇപ്പോഴത്തെ പുതിയ താരങ്ങൾ. ട്രാൻസ്ജെൻഡേഴ്സ്. ഇപ്പൊ ഇന്ന് നടന്ന സംഭവം, രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം തന്നെ നോക്കിയാൽ അത് രാജിയിലേക്ക് എത്തിച്ചില്ലേ. കാരണം ഇതൊക്കെ ഒരു സ്ത്രീ ഒരുമ്പിട്ടിറങ്ങിയാൽ നടക്കാവുന്ന കാര്യങ്ങളുള്ളൂ, രാഷ്ട്രീയമായാലും എന്തായാലും. അതാണ് ഇന്ന് നമ്മൾ കണ്ടത്. അപ്പോൾ പുള്ളി ചെയ്തത് തെറ്റാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീയുടെ വോയിസ് ഒക്കെ ഒന്ന് എല്ലാ ചാനലുകളും രാവിലെ മുതൽ ആഘോഷിക്കരുത് അതിട്ടിട്ട്. കാരണം ആള് പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഏത് ആൾക്കാർക്കായാലും അത് കൊള്ളും. അതേ രൂപത്തിലുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ കേട്ടത്, രാവിലെ മുതൽ എല്ലാവരും കേട്ടത്. 1 മണിയായപ്പോൾ പുള്ളി രാജിവെക്കുകയും ചെയ്ത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പം മാവിൻ കൂട്ടത്തിലാണോ, അതോ മാൻ്റെ കൂട്ടത്തിലാണോ, അതോ പുളിയുറുമ്പിൻ്റെ കൂട്ടത്തിലാണോ? ഇതാണ് ചോദ്യം. കാരണം പുള്ളിക്ക് ഇത്രയും വലിയ സ്ത്രീ ലംബടനായിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ട്രാൻസ്ജെൻഡറിനെ പോലും വെറുതെ വിട്ടില്ല എന്നുള്ളതാണ്. അവർ പറയുന്ന ഓരോ സംസാരങ്ങൾ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. അത് പുള്ളി ബാംഗ്ലൂരോ അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിലോ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകാം, അവിടെ കൊണ്ടുപോയി റാപ്പ് ചെയ്യണം നിന്നെ എന്നൊക്കെ പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അപ്പം ഇയാളൊക്കെ എത്രയോ അധപ്പതിച്ചു പോയി ഇങ്ങനെയുള്ള വിഷയത്തിൽ, സ്ത്രീ വിഷയത്തിൽ. അപ്പോൾ നമ്മളിതൊക്കെ ഈ അണികൾ ഇയാളെ ജയിപ്പിച്ചു വിട്ട ആളുകളൊക്കെ അവസ്ഥ ആലോചിക്കുകയാണ്. പാലക്കാട് ഇത്രയും നല്ലൊരു മണ്ഡലത്തിൽ നിന്നിട്ട് അയാൾക്ക് ഇത്രയും നല്ല വോട്ട് കിട്ടി ജയിച്ചിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാടുള്ള ആളുകളെ ഇയാൾ വഞ്ചിക്കല്ലേ ചെയ്തത് ഇങ്ങനൊരു വിഷയത്തിൽ. അപ്പോൾ ഇതിനു മുമ്പ് ഷാഫി അവിടെ നിന്ന് ജയിച്ചു. അയാൾ നല്ല കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്, ഇയാളും ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കറിയില്ല ഇതിനെക്കുറിച്ച്. പക്ഷെ ഇയാൾ ഈ കഴിഞ്ഞിടയ്ക്ക് പറഞ്ഞു തൃശ്ശൂർക്കാർക്ക് തെറ്റുപറ്റി. തൃശ്ശൂർക്കാർക്ക് ഒരിക്കലും തെറ്റുപറ്റിയിട്ടില്ല. പറ്റിയത് പാലക്കാട്ടുകാർക്കാണ്. തൃശ്ശൂര് സുരേഷ് ഗോപി ജയിച്ചു, ഇനിയും ജയിക്കാൻ ചെയ്യും. പക്ഷെ തൃശ്ശൂർക്കാർക്കൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അയാൾ വന്നിട്ട് എല്ലാ കാര്യത്തിലും ഭയങ്കര ഡീസൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ തൃശ്ശൂരാണ്, പക്ഷെ തൃശ്ശൂർക്കാർക്ക് അറിയാലോ ആൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. പക്ഷെ നിങ്ങൾ പാലക്കാട് നിന്ന് കുറച്ചുകൊണ്ടിരുന്നു. ഇപ്പം എന്തായി? ഒന്നും നടന്നില്ല. അവസാനം രാജിവെക്കേണ്ടി വന്നില്ലേ. ഇനി MLA സ്ഥാനമാണ്. ആ MLA സ്ഥാനവും ഇപ്പം അടുത്ത് തന്നെ ഈ നിലയ്ക്കാണെങ്കിൽ പോകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരാൾ MLA ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ നാടിനെന്താണ്? ഒരു പുരോഗതി ഉണ്ടാവില്ല. ഒരു വീട്ടിലും നിങ്ങൾക്ക് ഇനി പഴയ പോലെ ചെന്ന് കണ്ടിട്ട് വോട്ട് ചോദിക്കാൻ പറ്റൂ സ്ത്രീകളുള്ള സ്ഥലത്ത്? പറ്റില്ല. അപ്പോൾ നിങ്ങളിനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒഴിവാക്കി വേറെ എന്തെങ്കിലും പണിക്ക് പോകുന്നത് നല്ലത്. അല്ലാതെ ഈ രാഷ്ട്രീയം പറഞ്ഞു കഴിഞ്ഞ് നടന്നുകൊണ്ട് കാര്യമില്ല. ജനങ്ങൾക്കൊക്കെ ബുദ്ധി വെച്ച്. കാരണം നിങ്ങൾ പറയുന്ന നുണകളും നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളൊക്കെ കേട്ട് ജനങ്ങൾ കൊടിയും പിടിച്ച് നിങ്ങളെ പുറകെ നടന്നിട്ട് അവസാനം നിങ്ങൾ രാജകീയ സുഖത്തിൽ ഇങ്ങനെയുള്ള സ്ത്രീകളോട് രാത്രി കാലങ്ങളിൽ ഇങ്ങനെയുള്ള ചാറ്റിങ്ങും, ഇപ്പൊ ചാറ്റിംഗ് എല്ലാം പുറത്തു വന്നില്ലേ. എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ എഴുതി പിടിപ്പിച്ചതെല്ലാം വെളിയിൽ വന്നു. ഇനിയും വരും. ഇപ്പൊ ഓരോരുത്തർ ഇപ്പൊ ഈ 2 ദിവസമായിട്ട് എത്ര പേര് വന്നു. അപ്പൊ അതുപോലെ ഇനി നിങ്ങൾ എവിടെയൊക്കെ പോയിട്ടുണ്ടെന്ന് ജനങ്ങൾക്ക് എങ്ങനെ അറിയാം? അതൊക്കെ ഇനി ഓരോരുത്തർ. എന്താ വെച്ചാൽ നിങ്ങൾ ഈ രാഷ്ട്രീയവും പിടിപാടൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും പേടി. സാധാരണക്കാരായ സ്ത്രീകൾക്ക് പേടിയായിരിക്കും നിങ്ങളോടൊക്കെ ഏറ്റുമുട്ടാൻ. പക്ഷെ 1-2 പേര് ഈ കാര്യവും പറഞ്ഞ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് എല്ലാവർക്കും ധൈര്യം വരണം, അവരും ഇറങ്ങും. ഇനി ഓരോ കാര്യങ്ങളായിട്ട് ഓരോന്നോരോന്നായിട്ട് വരാൻ പോകുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ
മലമറിക്കും എന്ന് പറഞ്ഞവരൊക്കെ നിങ്ങളെ തിരിച്ചു പറയണ കാലം അതിക്രമിച്ചു. അപ്പോൾ ഇനി നമുക്ക് കണ്ടറിയാം എന്താണ് ഇനി ഇവിടെ നിങ്ങളുള്ള അംഗങ്ങൾ. അപ്പോൾ ഇനിയിപ്പോൾ പാലക്കാടൊന്നും വലിയ രക്ഷയില്ല. അപ്പം തൃശ്ശൂർക്കാർക്ക് ഇപ്പോഴും തെറ്റ് പറ്റിയിട്ടില്ല. തൃശ്ശൂർ നമ്മുടെ MP കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ ആൾക്കാർ കംപ്ലൈൻറ്റ് ചെയ്തല്ലോ കുറച്ച് ദിവസം മുമ്പ്. എന്നിട്ട് എന്തുണ്ടായി? ആള് തിരിച്ചു വന്നു, അന്തസ്സായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും തെറ്റ് പറ്റി പാലക്കാട്ടുകാർക്ക്, അത്രേ എനിക്ക് പറയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.